ഇനി ഇസ്രായേൽ ലബനാൻ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. ലബനാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രാദേശിക സമയം പുലർച്ചെ 4 മണി മുതൽ കരാർ പ്രാബല്യത്തിലായി. 60 ദിവസം മാത്രമേ ലബനാനിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറൂ. BK സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സുഹൈൽ, ഇപ്പോൾ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. നമുക്കറിയാം ഗസയിൽ തുടങ്ങിയ ഹമാസുമായി തുടങ്ങിയ യുദ്ധത്തിനൊടുവിൽ പിന്നീട് അത് എങ്ങനെയാണ് ലബനനിലേക്ക് ഹിസ്ബുല്ലയിലേക്ക് എത്തിച്ചേർന്നത് എന്നൊക്കെ. ഏതായാലും ആ സംഘർഷങ്ങൾക്കെങ്കിലും തൽക്കാലമായി വരുത്തിയാൽ പ്രദേശത്ത് അല്പമെങ്കിലും സമാധാനം പുലരും. അപ്പോൾ കരാർ പ്രാബല്യത്തിലാകുമ്പോൾ ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്ന് ഈ കരാറുമായി എത്തരത്തിൽ സഹകരിക്കുമെന്ന് പറയുന്നുണ്ട്. ജെൽസി, ലബനാനിൽ ഇപ്പോൾ 4 മണി കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂർ കൂടി പിന്നിട്ടു. 5 മണിയോളം സമയമായി. ഇപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം വെടിനിർത്തൽ പ്രാബല്യത്തിലാകില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നോക്കുകയാണ്. അതിലേറ്റവും പ്രധാനം, വെടിനിർത്തൽ 4 മണിയോടുകൂടി പ്രാബല്യത്തിൽ വന്നു എന്ന പ്രതീക്ഷയോടുകൂടി ലക്ഷക്കണക്കിന് ആളുകൾ, അതായത് ലബനാനിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോരാനുള്ള തയ്യാറെടുപ്പിലാണ്. പ്രത്യേകിച്ചും തെക്കൻ ലബനാനിലുള്ള ആളുകൾ. ആ സ്ഥലത്തേക്ക് വീടുകളിലേക്ക് വരുന്ന ആളുകളോട് ഇപ്പോൾ ഇസ്രായേൽ സേന പുതിയൊരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആരും തന്നെ വീടുകളിലേക്ക് വരേണ്ടതില്ല. എപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് വരാൻ കഴിയുക എന്നതിനെക്കുറിച്ചുള്ള സമയം ഞങ്ങൾ അറിയിക്കാം എന്നാണ് പറയുന്നത്. ഇത് പ്രകോപനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വെടിനിർത്തൽ എന്ന് പറയുന്നത് അത് ഏകപക്ഷീയമല്ല, ഇസ്രായേലിന് കാര്യങ്ങൾ തീരുമാനിക്കാവുന്ന കാര്യമല്ല, മറിച്ച് ഹിസ്ബുള്ളയുടെ കൂടി അംഗീകാരത്തോടു കൂടി നടക്കേണ്ട ഒരു കാര്യമാണ്. അവിടെയും പുതിയ നിർദ്ദേശങ്ങൾ, ഇതുവരെ ഇല്ലാത്ത പുതിയ നിർദ്ദേശം ഇപ്പോൾ ഇസ്രായേൽ വെക്കുകയാണ്. അതായത് സ്വന്തം വീടുകളിലേക്ക് ഈ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായിട്ട് പോലും വരാൻ കഴിയാത്തൊരു സ്ഥിതി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ വെടിനിർത്തൽ ഇന്നലെ രാത്രിയാണ് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകുകയും നെതന്യാഹു പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇന്ന് പ്രാദേശിക സമയം 4 മണി മുതൽ ഈ കരാർ യാഥാർത്ഥ്യമാകും എന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇപ്പോഴുള്ള കരാർ നിർദ്ദേശങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അവിടെയും ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള നിരവധി നിർദ്ദേശങ്ങളുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി പറയുന്നത് ഹിസ്ബുള്ള ഈ തെക്കൻ ലബനാനിൽ നിന്ന്, അതായത് ലിത്വാനി നദിക്ക് അപ്പുറത്തേക്ക് പിൻവാങ്ങണം എന്നുള്ളതാണ്. പക്ഷേ IDF, അതായത് ഇസ്രായേൽ സേന പിൻവാങ്ങാൻ 60 ദിവസത്തെ സമയമുണ്ട്. ഈ 60 ദിവസത്തിനകം അവിടെ ഇസ്രായേൽ സേന എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് ഇസ്രായേലിന് തോന്നുന്ന പക്ഷം തിരിച്ചടിക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ടാകുമെന്നാണ്. പക്ഷേ ഇസ്രായേൽ ഈ വെടിനിർത്തൽ ലംഘിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ ഹിസ്ബുള്ളക്ക് അംഗീകാരമുണ്ടാകുമോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അവകാശമുണ്ടാകുമോ എന്നുള്ള കാര്യം ഈ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ എവിടെയും പറയുന്നില്ല എന്നുള്ളതാണ് ഈ കരാറിനെ ഏറ്റവും കൂടുതൽ ദുർബലമാക്കുന്നത്. ഇപ്പോൾ തന്നെ വെടിനിർത്തൽ ലംഘനം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. കാരണം ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് അവരുടെ വീടുകളിൽ തിരിച്ചു വരാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് വെടിനിർത്തലാണ് എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ചോദ്യമുണ്ട്. എന്ന് മാത്രമല്ല, ജോ ബൈഡൻ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നെയും മണിക്കൂറുകളോളം വലിയ ആക്രമണമാണ് ബെയ്റൂത്തിന് നേരെ ഇസ്രായേൽ നടത്തിയത്. അപ്പോൾ പല അർത്ഥത്തിൽ ഇത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും അതേപോലെ തന്നെ സംഘർഷങ്ങളിലേക്കും ഈ വെടിനിർത്തൽ നിർദ്ദേശം തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ ഇനി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ബെയ്റൂത്തിന് നേരെയും അതേപോലെ തന്നെ വിവിധ നഗരങ്ങളിലും കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇസ്രായേൽ തുടരുന്ന ഈ വ്യോമാക്രമണം, അത് ഇസ്രായേൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. സുഹൈൽ, അതായത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന സ്ഥിതിക്ക് അത്തരം വ്യോമാക്രമണം നടത്തുമോ എന്നുള്ള ഒരു സംശയങ്ങൾക്കിടയുണ്ട്. കാരണം ഈ കരാർ അത് ഇസ്രായേൽ കൂടി അംഗീകരിച്ച ഒരു കരാർ ആയതുകൊണ്ട് തന്നെ ഇനിയും ആക്രമണം തുടരാനുള്ള ഒരു സാധ്യത തൽക്കാലത്തേക്ക് കാണേണ്ടതുണ്ടോ? ഇല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിരവധി തിരിച്ചടികളുണ്ട്. അതായത് ഹിസ്ബുള്ളയുടെ നേതാക്കളെ നശിപ്പിച്ചു എന്ന് പറയുന്നു, ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ മുഴുവനും ഇല്ലാതെയാക്കി എന്നൊക്കെ പറയുന്നു. പക്ഷേ അതിനുശേഷവും കഴിഞ്ഞ ദിവസവും ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് ഹിസ്ബുള്ളയുടെ വലിയ റോക്കറ്റുകളാണ് വന്ന് പതിച്ചത്. ഒരു ദിവസം 300ഓളം റോക്കറ്റുകൾ വരുന്ന സാഹചര്യമുണ്ടായി. ടെലവീവിലും അതേപോലെ തന്നെ ഹൈഫയിലും ഈ റോക്കറ്റുകൾ വീഴുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 8ഓളം സൈനികർക്കാണ് ഇതുവരെ ജീവഹാനി സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ വീട് നേരെ പോലും ആക്രമണമുണ്ടായി. ഈ സാഹചര്യത്തിൽ സ്വസ്ഥമായി ഇസ്രായേലികൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. എന്ന് മാത്രമല്ല, 70,000-ഓളം ആളുകൾ ഈ വടക്കൻ ഇസ്രായേലിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് ഇപ്പോഴും ഹോട്ടലുകളിലാണ് താമസിക്കുന്നത്. അവരെ തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് നെതന്യാഹു ഒരു വലിയൊരു തലവേദനയാണ്. അതോടൊപ്പം തന്നെ ഇനി ഗസയിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള വെടിക്കോപ്പുകൾ കിട്ടണമെങ്കിൽ ലബനാനിൽ വെടിനിർത്തൽ വേണമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ശാഠ്യം പിടിക്കുകയാണ്. ഈ സാഹചര്യങ്ങളുടെ എല്ലാം ഒരു പശ്ചാത്തലത്തിലാണ്
വെടിനിർത്തലിന് ഇസ്രായേൽ സന്നദ്ധമാകുന്നത്. അപ്പോൾ ഈ വെടിനിർത്തലിൻ്റെ ഭാഗമായി ലബനാൻ നഗരങ്ങളിലുള്ള ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കാനാണ് എല്ലാ സാധ്യതയും കാണുന്നത്. ഈ വെടിനിർത്തലിന് നെതന്യാഹു പറയുന്നൊരു ന്യായം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ശ്രദ്ധ ഇറാൻ്റെ ഭീഷണിയിലേക്ക് ഞങ്ങൾ തിരിച്ചു വെക്കുകയാണ് എന്ന് മാത്രമല്ല സൈന്യത്തിന് കുറച്ചുകൂടി ഗസയിൽ ഒരുങ്ങാൻ വേണ്ടിയുള്ള അവസരമൊരുക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ നെതന്യാഹുവിൻ്റെ മുമ്പിലുള്ള ലക്ഷ്യം എന്താണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ ട്രംപ് അധികാരത്തിലേറുന്നതിന് മുമ്പ് ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നൊരു നിർദ്ദേശം ട്രംപ് നെതന്യാഹുവിന് നൽകി എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യം ലബനാനിലും പിന്നീട് ഗസയിലും വെടിനിർത്താനുള്ള സാധ്യതയുണ്ടോ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഈജിപ്തിൻ്റെ പ്രതിനിധി ഇന്നലെ ഇസ്രായേലിലെത്തുകയും ഒരു പോസ്റ്റ് വാർ ഗസയെക്കുറിച്ച്, അതായത് യുദ്ധാനന്തര ഗസ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലബനാൻ വെടിനിർത്തലിന് ശേഷം ഗസയിലും വെടിനിർത്താൻ നെതന്യാഹു ഒരുങ്ങുന്നുണ്ടോ എന്നുള്ള വാർത്തകളും ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ഹിസ്ബുള്ള വളരെ സൈലൻ്റ് ആയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്താണ് ഇസ്രായേൽ ചെയ്യാൻ പോകുന്നത് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഹിസ്ബുള്ള എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വെടിനിർത്തലിൻ്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് ഈ ലബനാനിലെ ജനങ്ങൾക്കും ഇസ്രായേലിലെ ജനങ്ങൾക്കും തുല്യമായ അവകാശങ്ങൾ ഈ വെടിനിർത്തലിൻ്റെ ഭാഗമായി ലഭിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചതിന് ശേഷം മാത്രമായിരിക്കും വെടിനിർത്തലിൻ്റെ മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ആദ്യഘട്ടത്തിൽ 60 ദിവസത്തെ ഒരു സമയമാണുള്ളത്. ഈ സമയത്തിനുള്ളിൽ ഇസ്രായേൽ വിചാരിച്ച രൂപത്തിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ മാത്രമേ വെടിനിർത്തൽ നീട്ടൂ എന്നുള്ളതാണ് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇസ്രായേൽ മന്ത്രിസഭയിലെ ജൂതപക്ഷം, തീവ്ര ജൂതപക്ഷം ഈ വെടിനിർത്തലിനെതിരാണ്. കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ മന്ത്രിസഭ ചേർന്നപ്പോൾ ഇറ്റാമർ ബെൻഗവറിനെ പോലെയുള്ള സ്മോട്രിച്ചിനെ പോലെയുള്ള തീവ്ര ജൂത കക്ഷികളുടെ നേതാക്കൾ വെടിനിർത്തൽ വേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇനി വെടിനിർത്തലിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ തീർത്തും ഹിസ്ബുള്ളക്കെതിരായിട്ടുള്ള നിലപാടുകൾ 3-4 നിർദ്ദേശങ്ങൾ സ്മോട്രിച്ചെല്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതനുസരിച്ച് ഒരിക്കലും അപ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങളായിരുന്നു അത്. പക്ഷേ അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് നെതന്യാഹു ഈ കരാറിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ അവരുടെ പിന്തുണ കൂടി നേടിയെടുക്കൽ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അപ്പോൾ ഒരുപക്ഷേ വെടിക്കോപ്പുകൾ, ഗസയെ ആക്രമിക്കാനുള്ള വെടിക്കോപ്പുകൾ ലഭിക്കുക, ഇസ്രായേലിൻ്റെ സേനയ്ക്കുള്ളിൽ വലിയ അതൃപ്തിയുണ്ട്. രണ്ട് പക്ഷത്തും, അതായത് ഗസയിലും ലബനാനിലും ഒരേ സമയം യുദ്ധം ചെയ്യുമ്പോൾ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു, നിരവധി സൈനികർക്ക് പരിക്കേൽക്കുന്നു, മാനസികമായുള്ള പ്രശ്നങ്ങളുണ്ട്, പല സൈനികർക്കും ലീവ് ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം നേരിടാൻ ഒരു പുതിയ പുനഃക്രമീകരണത്തിന് വേണ്ടിയുള്ളൊരു സമയം ഇതായിരിക്കുമോ നെതന്യാഹു മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ നെതന്യാഹു മനസ്സിൽ കാണുന്നത് എന്നെല്ലാം വളരെ പ്രധാനമാണ്. കാരണം യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നുള്ളത് നെതന്യാഹുവിൻ്റെ നിഘണ്ടുവിലില്ലാത്തൊരു കാര്യമാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അഴിമതി കേസുകളിലുള്ള വിചാരണ അടക്കം നടക്കാൻ പോവുകയാണ്. ആ ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ദുഷ്കരമായുള്ളൊരു കാര്യമാണ്. പക്ഷേ ട്രംപ് എന്താണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നതിനെല്ലാം ആശ്രയിച്ചിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ലബനാനിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാകുമ്പോഴും നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആശ്വസിക്കേണ്ടത് ഒരു സ്ഥലത്തെങ്കിലും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാകുന്നു. ഇനി ഒരു ട്രംപ് അധികാരത്തിൽ വരുന്നതോടെ ഒരുപക്ഷെ ഗസയിലും ഇത്തരത്തിലുള്ള വെടിനിർത്തലിലേക്ക് കടക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ അത് പ്രതീക്ഷ നിർഭരമായ ഒരു നീക്കം തന്നെയാണ്. പക്ഷേ ഹിസ്ബുല്ല ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ നീക്കം എന്താണ് എന്നറിഞ്ഞ ശേഷമായിരിക്കും ഹിസ്ബുല്ലയുടെ പ്രതികരണം എന്നറിയുന്നുണ്ട്. വിവരങ്ങളാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ നൽകിയത്.